ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഒരു പച്ചടിയാണ് വയ്ക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ ചെമ്മീൻ പച്ചടി. ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. കാരണം എനിക്ക് ഇത് എന്തുകൊണ്ടും സ്പെഷ്യലാണ്. ചെമ്മീനൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞെടുക്കുക. ആവശ്യത്തിന് ചെമ്മീനിന് അനുസരിച്ച് നമ്മൾ കൊച്ചുള്ളി എടുക്കുക. അത് നന്നായിട്ട് കഴുകി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച ചെമ്മീനിനെ ഞാനിപ്പോൾ അടുപ്പത്ത് വെച്ചാണ് വേവിക്കുന്നത് കേട്ടോ. ഇത് എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ്. അപ്പോൾ അമ്മയാണ് ഇത് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നു, അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. അപ്പോൾ ഇത് കൊച്ചുള്ളി, പച്ചമുളക്, ഇത് എല്ലാം ചെമ്മീനിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാനിപ്പോൾ ഒരു കപ്പ് ഇത് കൊച്ചുള്ളിയും 2-3 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ചെമ്മീൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിനെ നന്നായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്തിട്ട് അത് മാറ്റി വയ്ക്കണം. ചെമ്മീൻ അത് ഇരുന്ന് വെന്തോട്ടെ, കൊഞ്ചെന്നാണ് പറയുന്നത് ഞങ്ങളുടെ അവിടെ. എന്നിട്ട് തേങ്ങ ഇവിടെ ഇരുന്ന് നന്നായിട്ട് വേവുന്നുണ്ട്. നന്നായിട്ട് വെന്തതിന് ശേഷമാണ് നമ്മൾ ഉള്ളി ഇടേണ്ടത്. ഉള്ളിയും പച്ചമുളകും ഇടേണ്ട. അതിന് ശേഷം നമ്മൾ തേങ്ങേനെ അതിലോട്ട് നമ്മൾ നമ്മുടെ വെള്ളപ്പൂണ്ട്, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് ജീരകം, പിന്നെ കുറച്ച് പച്ചമുളക്, ഇത്രയും ഇട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിന് അരയ്ക്കണം. നന്നായിട്ട് അരയ്ക്കണം കേട്ടോ. ഒരു പച്ചടിയുടെ ഒക്കെ ഭാഗം അനുസരിച്ച് നമ്മളിത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അരയ്ക്കാനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മൾ ചെമ്മീൻ വെന്തിട്ടുണ്ട്. അതിനോട്ട് നമ്മൾ പച്ചമുളകും കുറച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളിയും നമ്മൾ ആഡ് ചെയ്ത് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് അതാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. അത് ഇച്ചിരി ഉപ്പും കൂടെ, കാരണം ആ ചെമ്മീനിലും ഇതിലോട്ടൊക്കെ പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ട് വയ്ക്കണം. കാരണം നമ്മൾ ഈ അരച്ച് വെച്ച നമ്മുടെ ആ പേസ്റ്റ് ഇട്ട് നമ്മൾ തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് സൈഡൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇറക്കണം. അതുകൊണ്ട് ഇത് നന്നായിട്ട് വേഗം വയ്ക്കണം. വച്ചിട്ട് വേണം നമ്മൾ ഈ അരച്ച് വെച്ച പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഈ വെള്ളം ചേർത്ത് ആവശ്യമായിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കരുത്. ഒരു തിക്കായിട്ട് തന്നെ നമ്മൾ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാൻ വയ്ക്കുക. അതായത് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ചെമ്മീൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമ്മൾ അരച്ച് വെച്ച തേങ്ങാക്കൊത്തിന് നമ്മൾ തേങ്ങായനെ ഇടേണ്ടത്. തേങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെട്ടി തിളയ്ക്കാൻ പാടില്ല. സൈഡൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് കടുക് താളിച്ചിങ്ങ് എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല വെള്ളം വീത്തരുത്. കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഇച്ചിരി വെള്ളം വീത്തി കട്ടിയായിരിക്കണം. ഗ്രേവി കണക്കിന് നല്ല കട്ടിയായിരിക്കണം. അപ്പോൾ ഞാൻ ഇച്ചിരി ജാറൊന്ന് കഴുകി അതിൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ അധിക വെള്ളം പിന്നെയും വേകട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വെള്ളം വയ്ക്കാൻ നിൽക്കരുത്. ഇച്ചിരി വെള്ളമൊന്ന് ആഡ് ചെയ്ത് നമുക്കതിനെ ജസ്റ്റ് ഒന്ന് കലക്കി വയ്ക്കാം. പിന്നെ മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു വിട്ടതും നമ്മളിങ്ങ് സൈഡൊന്ന് തിളച്ചതും നമ്മളിത് ഇങ്ങ് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വേറെ കൂടുതലൊന്നും അധികം നമ്മൾ തിളയ്ക്കാനോ വേറെ ഒരു കാര്യത്തിലും ചെയ്യില്ല. ഞാൻ എന്തുകൊണ്ട് അടുപ്പത്ത് തന്നെ വെച്ചത്, അമ്മ അടുപ്പത്ത് തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. അതെന്തുകൊണ്ട് ഹെൽത്തി. പക്ഷേ എനിക്ക് അടുപ്പത്ത് വയ്ക്കാൻ ഇഷ്ടമാണ്. ഞാനിവിടെ വീട്ടിൽ വയ്ക്കുമ്പോൾ ഗ്യാസിലാണ് വയ്ക്കാറ്. അമ്മ അടുപ്പിലാണ് എല്ലാ തിങ്സ് എപ്പോഴും അടുപ്പിൽ തന്നെ വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പുളിയൊക്കെ പിനഞ്ഞ് വീത്തണം. അവസാനമാണ് തിളവറണതിന് കുറച്ച് മുമ്പെയാണ് പുളി പിനഞ്ഞ് വീത്തേണ്ടത്. അപ്പോൾ പുളി പിനഞ്ഞ് വീത്തുമ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ചെമ്മീൻ പച്ചടി, കൊഞ്ച് പച്ചടി എന്നാണ് ഞങ്ങൾ പറയണത്. ചിലയിടത്ത് ചെമ്മീൻ എന്ന് പറയും. പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ റീഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ പ്ലം ഓയിലോ എന്തെങ്കിലും ഉപയോഗിച്ച് കടുക് താളിച്ചെടുത്താൽ നമ്മുടെ രുചികരമായ ചെമ്മീൻ പച്ചടി റെഡിയാകും. അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയുക. എങ്ങനെ ഉണ്ടായിരുന്നെന്നും പറയുക. ചെമ്മീൻ അച്ചാർ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
തീർച്ചയായിട്ടും നമുക്ക് ചോറിനോടും ചപ്പാത്തിയോടും ഇതെല്ലാം കൂട്ടാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ബ്ലോഗുമായിട്ട് ഞാൻ ഉടനെ എത്തിയിരിക്കും. ബൈ ബൈ, ടാറ്റ.